ഹലോ വെൽക്കം ബാക്ക് ടു ഹോംഗ്രോൺ റെസിപ്പീസ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ്, പക്ഷേ അതൊരു നല്ല നാടൻ ഐറ്റമാണ്. അതായത് ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു മടക്കപ്പം. അപ്പോൾ ഇത് മെയിൻലി നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്നത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ്, ചായയോടൊപ്പം നല്ലതാണിത്. പക്ഷെ നമ്മളിത് ഡിന്നറിലേക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മടക്കപ്പത്തിൻ്റെ ഉള്ളിൽ വെക്കുന്ന മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ പാന് നന്നായി ഹീറ്റായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് എണ്ണ ചേർക്കാം. എന്നിട്ട് 2 സവാള ഫ്രൈ ചെയ്യാം. അപ്പോൾ ചെറുതായി അരിഞ്ഞ സവാള ആണെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നിങ്ങൾ ആവശ്യത്തിന് അത് ചേർത്താൽ മതി. എന്നിട്ട് സവാള നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം സവാളയുടെ നിറം മാറിയിട്ടുണ്ട്. അപ്പോൾ 2 തക്കാളി ഒന്ന് നന്നായി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്യാം. തക്കാളി ചെറുതായി അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം നമ്മളിത് വഴറ്റി കൊടുക്കാം. മസാല ഒക്കെ നന്നായി ഫ്രൈ ആവുന്നത് വരെ വഴറ്റാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്യാം. എന്നിട്ട് വെള്ളം നല്ല പോലെ തിളക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മുട്ട ചേർക്കുന്നതോടെ ഈ മസാലയ്ക്ക് നല്ലൊരു രുചിയും ഉണ്ടാവും. മുട്ട ഫ്രൈ ആയതിനു ശേഷം നമ്മളിതിനെ മറ്റേ സൈഡിലേക്കൊന്ന് മറിച്ചിടാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചതച്ച് വെച്ച തേങ്ങയാണ്. അപ്പോൾ ഏകദേശം നമ്മളിവിടെ 1.5 കപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ആ ഒരു എമൗണ്ടിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ കുറച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് തേങ്ങ ഇട്ടാൽ മതി. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ ഉള്ളിലേക്ക് നിറക്കാൻ വെച്ച മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മുടെ പത്തിരിനെ ഒന്ന് പുതുക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു പത്തിലിൻ്റെ പുട്ട് ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ്, ഫ്രിഡ്ജിൽ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അതിന് തന്നെ നമ്മൾ ഇത് ഒന്ന് പുതുക്കിയെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കായെങ്കിലും ഓൾറെഡി ഉണ്ടാക്കി വെച്ച പത്തിലിൻ്റെ പുട്ടിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് പത്തിരി പൊടി ആണെങ്കിലും പ്രശ്നമില്ല, അരച്ച് വെച്ചതാണെങ്കിലും പ്രശ്നമില്ല, അത് ഏതായാലും പ്രശ്നമില്ല, നമ്മൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ പത്തിൽ ഉണ്ടാക്കുന്ന ആ സമയത്ത് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ നന്നായി പുതുക്കി വെച്ച ഈ പിട്ടിനെ നമ്മൾ ഒന്ന് ബോൾസ് ആക്കി മാറ്റാം. പിന്നെ നമ്മൾ മുട്ട വേവിച്ചെടുക്കാം. എന്നിട്ട് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെക്കാം. ഇത് നമ്മുടെ മസാലയോടൊപ്പം ചേർക്കാനുള്ളതാണ്. ഇനി നമ്മൾക്ക് ബോൾസ് ഉണ്ടാക്കി വെച്ച ബോൾസിനെ ഇതേ ഒരു ഷേപ്പിലാക്കി ഒന്ന് അമർത്തിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ തേങ്ങ മസാല ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ വേവിച്ച മുട്ട ഒന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിനൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇത് സൈഡിലേക്കായി നന്നായി സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ പുറത്ത് വരാത്ത ഒരു രീതിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമ്മളിത് വേറൊരു ഷീറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് ഈ അപ്പം നല്ല ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കാം. ഇത് കുറച്ച് സമയമെടുക്കും, പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഫ്രൈ ആക്കി കിട്ടില്ല. അപ്പോൾ അതിൻ്റെ പുറം ഭാഗവും ഉള്ളുഭാഗവും ഒക്കെ ഫ്രൈ ആക്കി കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇതിനൊന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇടാം. അപ്പോൾ ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ നിറമാകുമ്പോൾ ഇതിനെ നമ്മൾക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇത് ഏകദേശം നിറം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഈ മടക്കപ്പം റെഡി ആയിട്ടുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇത് നല്ല ഈവനിങ് സ്നാക്കിനും അതുപോലെ തന്നെ ഡിന്നറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയത് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് വീണ്ടും കാണാം പുതിയ റെസിപ്പിയുമായി. താങ്ക് യു.